കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എല്ലാ മഹത്വവും കൊടുക്കുന്നു. കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മെസ്സേജിൽ വിവരിച്ച കാര്യങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് ഈ മെസ്സേജും പറയാൻ ഉദ്ദേശിക്കുന്നത്. AD 70 മുൻപ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന വിശുദ്ധന്മാർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് കാണുകയും കേൾക്കുകയും അനുഭവിക്കേണ്ടി വരുന്നതായ കാര്യങ്ങൾ, ആ വക കാര്യങ്ങൾ സുവിശേഷത്തിൽ കർത്താവ് യേശുവും ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാരും വിവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെസ്സേജിൽ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്രകാരം സുവിശേഷത്തിലും ലേഖനങ്ങളിലും എഴുതിയ കാര്യങ്ങൾ വാസ്തവമായും സംഭവിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ജീവിച്ചിരുന്ന വൃതന്മാർ, അതായത് വിശുദ്ധന്മാർ, അവർ ദൈവവചനപ്രകാരം വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും വളരെ സഹിഷ്ണുതയോടും കൂടെ സംഭവിക്കുമെന്ന് കരുതി കാത്തിരുന്നതായ കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ, അഥവാ അവർ വിശ്വസിച്ചിരുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കൽ നിറവേറ്റപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും AD 70 ശേഷം ആ കാത്തിരുന്ന കൂട്ടം വിശുദ്ധന്മാർ അവരുടെ നിരാശ പ്രകടമാക്കുമായിരുന്നു. മാത്രമല്ല, കർത്താവ് താനും അപ്പോസ്തലന്മാരും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലായിരുന്നു എന്നും ചരിത്രരേഖകളിൽ വ്യക്തമാക്കുമായിരുന്നു. അക്കാര്യങ്ങൾ ചരിത്രരേഖകളിൽ കൂടി മുഴു ലോകവും ഒരുപക്ഷെ അറിയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും തന്നെ AD 70 ശേഷം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, AD 70 മുൻപ് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ പറ്റി യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും അടുത്ത 40 വർഷക്കാലത്തേക്ക് ലഭ്യമായിരുന്നുമില്ല. ഈ കാലയളവിൽ വലിയൊരു നിശബ്ദതയായിരുന്നു, അല്ലെങ്കിൽ വലിയ നിശബ്ദമായ ഒരു കാലഘട്ടമായിരുന്നു. അതുമാത്രമല്ല, AD 70 മുൻപായി, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുൻപായി സംഭവിക്കുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുവാനായി ചരിത്രപരമായ രേഖകൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥമായി ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളാൽ, അതായത് ട്രൂ ക്രിസ്ത്യൻസ്, യഥാർത്ഥമായി ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളാൽ എഴുതപ്പെട്ട യാതൊരു രേഖകളും തന്നെ AD 70 ശേഷം അടുത്ത 40 വർഷക്കാലം ലഭ്യമല്ലായിരുന്നു. അതിനാൽ തന്നെ യഥാർത്ഥമായി ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവർ AD 70 ശേഷം ശേഷിച്ചിരുന്നില്ല എന്ന് നിശ്ചയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. AD 70 ശേഷം 40 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ, അതായത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ ലഭ്യമായ രേഖകളിൽ പ്രത്യേക യുഗാന്തര സത്യങ്ങളും യുഗാന്തര സംഭവങ്ങളുമെല്ലാം തന്നെ ഭാവി കാലത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അതിനാൽ തന്നെ അവയെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചും കർത്താവ് യേശുവും അപ്പോസ്തലന്മാരും അറിയിച്ച് തന്നിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും സത്യത്തിൽ നിന്ന് വഴിതെറ്റിച്ചു കളയുന്ന വിധത്തിലുള്ളതും ആയിരുന്നു. എന്നിരുന്നാലും യഹൂദന്മാരാലും റോമാക്കാരാലും എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ, വിശേഷാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയും ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങളുടെ രൂപാന്തരവും കർത്താവിനോടുള്ള എടുക്കപ്പെടലും സംഭവിച്ചതായി വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ചരിത്രപരമായ സംഭവങ്ങൾ ഇപ്രകാരമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ ദൂതന്മാരുടെ സൈന്യവുമായി പലസ്തീന് മുകളിലുള്ള ആകാശവിതാനത്തിൽ പ്രത്യക്ഷനായി എന്നും അതൊരു ദിവസം മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമല്ലായിരുന്നുവെന്നും തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലവും തൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരവും കൊടുക്കുന്ന വിധത്തിൽ ദീർഘമായ പ്രത്യക്ഷതയായിരുന്നു എന്നത്രേ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെഫർ യോസിപ്പോൺ എന്നത് ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ കാലഘട്ടം മുതൽ ടൈറ്റസ് സീസറിൻ്റെ കാലഘട്ടമായ AD 79-81 വരെ ഉണ്ടായിരുന്ന ചരിത്രപരമായ സംഭവങ്ങളുടെ കാലാനുസൃതമായ വിവരണം ഉൾക്കൊള്ളുന്ന ചരിത്രത്തിൻ്റെ രേഖകളാണ്. അഥവാ ഒന്നാം മനുഷ്യനായ ആദാം മുതൽ ടൈറ്റസ് സീസർ വരെയുള്ളവരുടെ കാലഘട്ടങ്ങൾക്കിടയിലുള്ള സംഭവങ്ങളുടെ വിവരണമാണ്. അപ്പോൾ ഈ സെഫർ യോസിപ്പോൺ അതിൻ്റെ 87-ാമത്തെ അധ്യായത്തിൽ അത് വിവർത്തനം ചെയ്ത സ്റ്റീവൻ ബൗമാൻ എന്ന വ്യക്തി ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 66 പെസഹ ദിവസത്തിൽ അത്യുന്നതങ്ങളിൽ അതിവിശുദ്ധ സ്ഥലത്തിനു മീതെ ആ രാത്രി മുഴുവൻ ഒരു മനുഷ്യൻ്റെ മുഖസാദൃശ്യം എന്ന് വെച്ചാൽ ആ ഭൂതലത്തിലെങ്ങും അതുവരെയും ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അത്യന്തം സുന്ദരമായ ഒരു മുഖം. മാത്രമല്ല ആ രൂപത്തിൻ്റെ പ്രത്യക്ഷത അത്യന്തം വിസ്മയാവഹവും അതിലേറെ ആകർഷണീയവുമായിരുന്നു. ആ ദിവസങ്ങളിൽ അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും തേരും തേരാളികളും അടങ്ങിയ ഒരു വലിയ സ്വർഗീയ സൈന്യം ഭൂതലത്തോട് സമീപിക്കും വിധത്തിൽ ആകാശത്തിൽ യെരുശലേമിനും യഹൂദ്യയ്ക്കും മീതെയായി വലയം ചെയ്തുകൊണ്ടിരുന്നു എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്യൂഡോ ഹെജിസിപ്പസ് അതിൻ്റെ 44-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിഗംഭീരവും അസാധാരണ രീതിയിലുള്ളതുമായ ഒരു രൂപം ആകാശത്തിൽ പ്രത്യക്ഷമായി. ആ രൂപം അനേകരെ ദർശിക്കുവാനിട വന്നു. യഹൂദ ചരിത്ര പുസ്തകമായ സെഫർ യോസിപ്പോനിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ സൂര്യാസ്തമനത്തിന് മുൻപായി അഗ്നിമയമായ രഥങ്ങളും സായുധരായ യുദ്ധസജ്ജരായ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു കൂട്ടവും യഹൂദ്യ പട്ടണങ്ങളിൽ എല്ലായിടവും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും വലയം ചെയ്തുകൊണ്ടിരുന്നു എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ റോമ ചരിത്രകാരനായിരുന്ന യോസിഫസ് എന്ന വ്യക്തി യുദ്ധങ്ങളുടെ പുസ്തകം എന്ന തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെസഹ പെരുന്നാളിൻ്റെ ചില ദിവസങ്ങൾക്ക് ശേഷം ഇയാർ മാസത്തിൻ്റെ 21-ാം ദിവസം യഹൂദ്യ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സൂര്യാസ്തമയത്തിന് മുൻപായി ആകാശത്തിൽ അഗ്നിമയ രഥങ്ങളും യുദ്ധസജ്ജരായ സ്വർഗീയ സൈന്യങ്ങളുടെ കൂട്ടം അണിചേരുന്നതും മേഘങ്ങൾക്കിടയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ അതിശയകരവും അത്ഭുതാവഹവും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു അപൂർവ കാഴ്ച ദൃശ്യമാകുകയുണ്ടായി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റോമ ചരിത്രകാരനായ ടാസിറ്റസ് തൻ്റെ ചരിത്ര രേഖകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തി. അത്യന്തം അപൂർവകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സ്വർഗീയ ദൂതന്മാരുടെ ഒരു ബൃഹത് സംഘം അഗ്നിമയമായ മിന്നൽ പോലെ ജ്വലിക്കുന്ന ആയുധങ്ങളോടുകൂടെ ആകാശമണ്ഡലത്തിൽ യുദ്ധസന്നദ്ധരായി ഒന്നിച്ചു ചേരുന്നത് കാണുവാനിടയായി.
ചുരുക്കത്തിൽ പറഞ്ഞാൽ യഹൂദ ചരിത്രം സെഫർ യോസിഫോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാത്രി മുഴുവനും അത്യുന്നതങ്ങളിൽ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ മീതെയായി ഒരു മനുഷ്യൻ്റെ മുഖസാദൃശ്യത്തിലുള്ള രൂപം പ്രത്യക്ഷമായിരുന്നുവെന്നും ഹെജിസിപ്പസ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ ദൃശ്യം, മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപത്തിൻ്റെ സാന്നിധ്യം അനേകം ജനങ്ങൾ ആകാശത്തിൽ കണ്ടുവെന്നും ആ സമയത്ത് സ്വർഗീയ സൈന്യത്തെയും ആകാശത്തിൽ കാണുവാനിടയായി എന്നും 1-ാം നൂറ്റാണ്ടിലെ റോമൻ ചരിത്രകാരനായ യോസിഫസ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരുന്നുവെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതേസമയം 1-ാം നൂറ്റാണ്ടിലെ തന്നെ യഹൂദ റോമ ചരിത്രകാരനായ യോസിഫസ് സ്വർഗീയ ദൂതന്മാരുടെ സംഘം ആകാശമണ്ഡലത്തിൽ പ്രത്യക്ഷമായതിൻ്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ചരിത്ര പുസ്തകത്തിലും മേൽപ്പറഞ്ഞതായ ചരിത്രകാരന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചില സംശയങ്ങൾ, ചില കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. അത് മറ്റൊന്നുമല്ല, അത് ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനവും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്നവരുടെ ശരീരങ്ങളുടെ രൂപാന്തരവും ഉൽപ്രാവണം അഥവാ ക്രിസ്തുവിലേക്കുള്ള എടുക്കപ്പെടലും എന്നിങ്ങനെയായി 2-3 കൂട്ടം കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചവരുടെ ശരീരങ്ങളുടെ രൂപാന്തരം, ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരുടെ പുനരുദ്ധാനം, ഈ 2 കൂട്ടരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കർത്താവിലേക്ക് എടുക്കപ്പെടുന്ന ഉൽപ്രാവണം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനവും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്നവരുടെ രൂപാന്തരവും ഉൽപ്രാവണവും ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ജീവനോടിരുന്ന് ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാരുടെ ശരീരങ്ങളുടെ രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥയും ഉൽപ്രാവണവും ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായിരുന്നു. ജീവനോടെ ഇരുന്ന ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാരുടെ ശരീരങ്ങളുടെ രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥയും ഉൽപ്രാവണവും ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായിരുന്നു. ആകയാൽ ഇപ്രകാരം നമുക്കതിനെ തീർച്ചപ്പെടുത്താം. ക്രിസ്തുവിൽ മരിച്ചടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനം സംഭവിച്ചതിനൊപ്പം ക്രിസ്തുവിൽ ജീവനോടെ ഇരുന്നവരുടെ ശരീരങ്ങളുടെ രൂപാന്തരവും ഇരുകൂട്ടരുടെയും ഉൽപ്രാവണവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ റോമ ചരിത്രകാരനായ യോസിഫസ് തൻ്റെ യുദ്ധങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി AD 66 ജൂൺ മാസത്തിൽ പെന്തക്കോസ്ത് ദിവസത്തിൽ ദൈവാലയത്തിൻ്റെ അകത്തുണ്ടായിരുന്ന യഹൂദ പുരോഹിതന്മാർ അദൃശ്യമണ്ഡലത്തിൽ നിന്നും ഏകസ്വരത്തിൽ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷസ്വരം പോലെ കേൾക്കുവാനിടയായത്. ലെറ്റസ് ഡിപ്പാർട്ട് ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾ വിട്ടുപോകുക, ഇവിടെ നിന്നും പുറപ്പെട്ടു പോകുക എന്ന ശബ്ദമായിരുന്നു. യോസിഫസ് സംഭവത്തെ ഇപ്രകാരമാണ് വിശദീകരിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് വിളിക്കുന്ന പെരുന്നാൾ ദിവസത്തിൽ രാത്രിയിൽ യഹൂദ പുരോഹിതന്മാർ അവരുടെ മത ആചാരപ്രകാരമുള്ള ദൈവിക കാര്യങ്ങൾക്കായി ആലയത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഒന്നാമതായി അവർക്ക് അനുഭവപ്പെട്ടത് ഭൂമി കുലുങ്ങുന്ന പോലുള്ള അനുഭവമായിരുന്നു. അതിൻ്റെ ശേഷം ഒരു വലിയ ശബ്ദം കേൾക്കുകയും അതിനെ തുടർന്ന് വലിയ പുരുഷാരത്തിൻ്റെ ശബ്ദം പോലെ കേൾക്കുകയും ചെയ്തതെന്തെന്നാൽ ഇപ്രകാരമുള്ള വാക്കുകളായിരുന്നു. ലെറ്റസ് റിമൂവ് ഹെൻസ്. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളവരെ നമുക്ക് മാറ്റാം, ഇവിടെയുള്ളവരെ നമുക്ക് മാറ്റാം.
ഇനി വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടെ ഇരുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുന്ന സംഭവത്തെയാണ് അത് സൂചിപ്പിച്ചത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടെ ഇരുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ച് ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുന്ന സംഭവത്തെയാണ് ആ വാക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ വാക്കുകൾ കേട്ട യഹൂദ പുരോഹിതന്മാർക്ക് ദൈവവചനപ്രകാരം കർത്താവായ യേശുവും അപ്പോസ്തലന്മാരും മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യത്തിൻ്റെ നിവർത്തീകരണത്തെപ്പറ്റിയായിരുന്നു പറഞ്ഞതെന്ന്, അല്ലെങ്കിൽ ആ വാക്കുകൾ പറയപ്പെട്ടതെന്ന് ഈ പുരോഹിതന്മാർക്ക് അറിവില്ലായിരുന്നു. വാസ്തവത്തിൽ ചരിത്രകാരനായിരുന്ന യോസിഫസ് ഈ സംഭവം നടന്നതിൻ്റെ കൃത്യമായ ദിവസവും സമയവും പരാമർശിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് ദിവസത്തിൽ സന്ധ്യായാഗങ്ങളുടെ സമയത്ത് യെരുശലേം ദൈവാലയത്തിൽ ഇത് സംഭവിച്ചുവെന്നും ദൈവിക കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ ഇതിന് സാക്ഷികളായിരുന്നുവെന്നും യോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അദൃശ്യമണ്ഡലത്തിൽ നടന്ന വലിയ പുരുഷാരത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റം മരിച്ചവരുടെ പുനരുത്ഥാനവും ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവുമായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കൽ ഈ രണ്ട് കൂട്ടരും, അതായത് ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടെ ഇരുന്ന് രൂപാന്തരം പ്രാപിച്ചവരും മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപായിട്ടുള്ള സംഭവമായിരുന്നു അത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പെസഹായുടെ ശേഷം 50-ാമത്തെ ദിവസമായ പെന്തക്കോസ്ത് ദിവസത്തിലായിരുന്നു സംഭവിച്ചത്. രാത്രി സമയത്തായിരുന്നു സംഭവിച്ചത്, പകൽ സമയത്തല്ലായിരുന്നു. ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് വേഗത്തിൽ എടുക്കപ്പെട്ടത് മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാകാതിരുന്നതിൻ്റെ ഒരു കാരണം ഈ കാര്യങ്ങൾ സംഭവിച്ചത് രാത്രി സമയത്തായിരുന്നു എന്നതിനാലായിരുന്നു. കൂടാതെ പിറ്റേ ദിവസം ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന കൂട്ടത്തെ കാണാതായത് മറ്റ് മനുഷ്യർ പ്രത്യേകിച്ചും പ്രാധാന്യം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർ വാസ്തവത്തിൽ കരുതിയത് ക്രിസ്ത്യാനികൾ എന്ന കൂട്ടത്തെ രാത്രിയിൽ തടവിലാക്കപ്പെടുകയും കൊന്നുകളയാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ അന്ന് നടന്നിരുന്ന മഹാപീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആ രാത്രിയിൽ ക്രിസ്ത്യാനികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരിക്കാമെന്നും അവർ കരുതിയിരുന്നു. മേൽപ്പറഞ്ഞതായ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ സാക്ഷിമൊഴികളിൽ നിന്നാണ് യോസിഫസ് എന്ന ചരിത്രകാരൻ ഈ കാര്യങ്ങളുടെ എല്ലാം നിജസ്ഥിതി വിവരിച്ചിട്ടുള്ളത്. കൂടാതെ സെഫർ യോസിഫോൻ അതിൻ്റെ 87-ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്, അന്നാളിൽ പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ ആചാരപരമായ ശുശ്രൂഷകൾക്കായി ദൈവാലയത്തിലായിരുന്ന പുരോഹിതന്മാർ രാത്രി സമയത്ത് ദൈവാലയത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് മനുഷ്യരുടെ ശബ്ദം, അതായത് മനുഷ്യരുടെ കൂട്ടം പോകുന്നതായുള്ള ശബ്ദവും ഒരു വലിയ പുരുഷാരം ദൈവാലയത്തിലേക്ക് മാർച്ച് ചെയ്തു വരുന്നത് പോലെയുള്ള ശബ്ദവും കേൾക്കുവാനിടയായി. കൂടാതെ ഭയഭീതി ഉണർത്തുന്ന വിധം വളരെ ഉച്ചത്തിൽ ഉയർന്നു വന്ന സംസാരവും അവിടെ കേൾക്കുവാനിടയായി. ഈ സ്ഥലത്തു നിന്നും നമുക്കിനി വിട്ടുപോകാം എന്ന വിധത്തിലുള്ള സംസാരമായിരുന്നു കേൾക്കുവാനിടയായത്. സെഫർ യോസിഫോൻ 87-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നതായി കാണാം. സ്യൂഡോ ഹെജസിപ്പോസ് അതിൻ്റെ 44-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസത്തിൽ അതിൻ്റെ ആചാരപരമായ ആഘോഷങ്ങൾക്കിടയിൽ രാത്രിയിൽ പതിവ് ശുശ്രൂഷകൾക്കും
യാഗങ്ങൾക്കുമായി യഹൂദ പുരോഹിതന്മാർ ദൈവാലയത്തിലായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വളരെ ഉറപ്പോടെ അവർ പ്രസ്താവിച്ച കാര്യങ്ങൾ എന്തെന്നാൽ, അവരായിരുന്ന സ്ഥാനത്ത് ഒരു ഭൂചലനത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയും ശേഷം അദൃശ്യമായ സ്ഥലത്ത് നിന്നും തുടർച്ചയായി ഒരു വലിയ ശബ്ദം, ഒരു വലിയ ആരവം കേൾക്കുകയും അതിൻ്റെ ശേഷം അത്യുച്ചത്തിൽ വേഗത്തിൽ പറയുന്നതായി അവർ കേട്ടത്, വി ക്രോസ് ഓവർ ഫ്രം ഹിയർ. അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ നിന്നും കടന്നു പോകുന്നു, നമ്മൾ ഇവിടെ നിന്നും കടന്നു പോകുന്നു എന്നായിരുന്നു. എന്നാൽ അവിടെ ഒന്നും തന്നെ ദൃശ്യമായിരുന്നില്ല. ആലയത്തിലെ പുരോഹിതന്മാർ വാസ്തവത്തിലൊന്നും കണ്ടില്ല, പക്ഷെ അവർക്കെല്ലാം കേൾക്കാൻ സാധിച്ചു. ആരാണ് പറഞ്ഞതെന്ന് അവർ കണ്ടില്ല, പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് കേൾക്കാൻ സാധിച്ചു. വലിയ പുരുഷാരത്തെ അവർക്ക് ദൃശ്യമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സംഭവം നടന്നതുമെല്ലാം അദൃശ്യമായ മണ്ഡലത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രകാരനായ യോസിഫസ് ഈ സംഭവത്തെ ആധാരമാക്കി അതിൻ്റെ കൃത്യമായ ദിവസവും സമയവും, ഇതെവിടെ സംഭവിച്ചുവെന്നും എപ്പോൾ സംഭവിച്ചുവെന്നും ആരെല്ലാം ഈ സംഭവത്തിന് സാക്ഷികളായിരുന്നു എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രകാരനായ യോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 66 ജൂൺ മാസത്തിൽ പെന്തക്കോസ്ത് ദിവസത്തിൽ ഇത് സംഭവിച്ചുവെന്നും AD 66 മുതലുള്ള 3.5 വർഷക്കാലം യഹൂദന്മാരും റോമാക്കാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നുവെന്നും താൻ വിശദീകരിച്ചിട്ടുണ്ട്. AD 66 യഹൂദന്മാരും റോമക്കാരുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയും അതോടെ ദൈവാലയത്തിലെ യാഗങ്ങൾ നിലച്ചു പോകുകയും ചെയ്തു. AD 70 യെരുശലേം ദൈവാലയം പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തു. കർത്താവ് യേശു താൻ പറഞ്ഞതുപോലെ കല്ലിൻ്റെ മേലെ കല്ല് ശേഷിക്കാതെ അത് നശിച്ചു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നടന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പറയുന്നതായിരുന്നു. ഒന്നാമത്തേത്, ക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാരെ അവരനുഭവിച്ചിരുന്ന പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. രണ്ടാമത്തേത്, തൻ്റെ വിശുദ്ധന്മാരെ പീഡിപ്പിച്ചിരുന്നവരുടെ മേൽ തൻ്റെ ക്രോധം അയക്കുക, ന്യായവിധി അയക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് കൂടുതൽ വ്യക്തമാണ്. അവിടെ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിട്ടുണ്ട്. യോസിഫസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇനി പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. AD 66 ഏപ്രിൽ മാസം പെസഹ പെരുന്നാളിന് ഏകദേശം ഒരാഴ്ച മുൻപായി രാത്രിയിൽ ദൈവാലയത്തിൽ യാഗപീഠത്തിങ്കൽ പകൽ വെളിച്ചം പോലെ പ്രകാശിക്കുന്ന ഒരവസ്ഥ ഏകദേശം അരമണിക്കൂർ നേരം നീണ്ടു നിന്നിരുന്നു. അതുപോലെ തന്നെ യഹൂദന്മാരാൽ സംഭവിച്ച അതിക്രമങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും മുൻപായി, ആ കലഹങ്ങളും ബഹളങ്ങളും യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപായി യഹൂദജനം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ കൂട്ടം കൂട്ടമായി ദൈവാലയത്തിലേക്ക് വന്നപ്പോൾ നിശാൻ മാസത്തിൻ്റെ 8-ാം ദിവസം രാത്രിയുടെ 9-ാം മണി നേരത്തിൽ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 3 മണി, നിസാൻ മാസത്തിൻ്റെ 8-ാം ദിവസം രാത്രിയുടെ 9-ാം മണി നേരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെയും യാഗപീഠത്തെയും മൂടുന്ന വിധത്തിൽ പകൽ വെളിച്ചം പോലെ പ്രകാശിക്കുന്ന അവസ്ഥ ഉണ്ടായതായും അത് ഏകദേശം അരമണിക്കൂർ നേരത്തോളം നീണ്ടു നിന്നിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പരാമർശിച്ചിരിക്കുന്ന ആ വലിയ പുരുഷാരത്തെ തിരിച്ചറിയുവാൻ, അഥവാ ആ വലിയ കൂട്ടം ആൾക്കാർ ആരാണെന്ന് അനുമാനിക്കാനുള്ള യഥാർത്ഥ മാനദണ്ഡം
ആ കൂട്ടരെവിടെയായിരുന്നവരായിരുന്നു എന്ന് നമുക്കുള്ള തിരിച്ചറിവാണ്. ഏത് കൂട്ടം ആൾക്കാരാണ് ആ മണ്ഡലത്തിൽ നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാനായി കാത്തിരുന്നത്? അതെന്തിനു വേണ്ടിയാണ് അവർ മറ്റൊരു മണ്ഡലത്തിൻ്റെ ഭാഗമായി തീരുന്നത്? അതിന് ഏറ്റവും അനുയോജ്യമായ വിശദീകരണം എന്തെന്നാൽ, അത് ക്രിസ്തുവിൽ മരിച്ചവരുടെ, വിശുദ്ധന്മാരായവരുടെ പാതാളത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി. ജീവനോടെ ഇരുന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാർ അവരുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ച ശേഷം പുനരുത്ഥാനം പ്രാപിച്ച വിശുദ്ധന്മാർക്കൊപ്പം എടുക്കപ്പെട്ട് എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ. 1 കൊരിന്ത്യർ ലേഖനം 15:51-52 വാക്യങ്ങളിൽ എഴുതപ്പെട്ട പോലെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായിട്ട് ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. രൂപാന്തരപ്പെടുന്നതിൻ്റെ അവസ്ഥ 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെയും രൂപാന്തരപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ ദൈവവചന വാക്യങ്ങളെല്ലാം തന്നെ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുന്നതും ജീവനോടെ ഇരിക്കുന്നവർ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നതും കർത്താവിലേക്ക് എടുക്കപ്പെടുന്നതും എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുന്നതുമായ സത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മേൽപ്പറഞ്ഞ ചരിത്രകാരന്മാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ദൂതന്മാരും AD 66 പെസഹായ്ക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു താനും പറഞ്ഞിരുന്നു, തൻ്റെ വരവിൽ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്ന കാര്യം. മത്തായി സുവിശേഷം 24:31. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടി അയക്കും. അവൻ തൻ്റെ വൃതന്മാരെ, തൻ്റെ വിശുദ്ധന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും കൂട്ടിച്ചേർക്കും. മർക്കോസിൻ്റെ സുവിശേഷം 13:27. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ, വിശുദ്ധന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21:28 എഴുതിയിരിക്കുന്നു, അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ദൂതന്മാരുടെ വരവ് ക്രിസ്തുവിലുള്ളവരുടെ വീണ്ടെടുപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മേൽപ്പറഞ്ഞ വാക്യത്തിലെ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ അവർ കർത്താവായ ക്രിസ്തുവിനെയും ദൂതന്മാരെയും ആകാശത്തിൽ കാണുമ്പോൾ അവരുടെ വീണ്ടെടുപ്പും രൂപാന്തരം പ്രാപിക്കലും ഉൽപ്രാവണം പ്രാപിക്കലും അടുത്ത് കഴിഞ്ഞുവെന്ന് തിരിച്ചറിയണം. ആകയാൽ സ്വർഗീയ സൈന്യത്തെ ആകാശത്തിൽ കണ്ടുകഴിഞ്ഞ് 45 ദിവസങ്ങൾക്ക് ശേഷം പുനരുത്ഥാനവും രൂപാന്തരവും കർത്താവിനോടുകൂടെ ഒത്തുചേരലും സംഭവിച്ചു. അവർ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നിവർത്തിക്കപ്പെടുവാനിടയായി. അവർ കാത്തിരുന്ന പോലെ കർത്താവിൻ്റെ 2ാം വരവ് അന്ന് അവിടെ സംഭവിച്ചു. അവരുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ട് അദൃശ്യമായ മണ്ഡലത്തിലേക്ക് അവർ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിനാലാണ്
AD 70 മുൻപ് സംഭവിച്ച വേദപുസ്തക പ്രകാരമുള്ള സംഭവങ്ങൾ വിശദീകരിച്ചു തരാൻ പിന്നീട് യഥാർത്ഥ ക്രിസ്ത്യാനികളില്ലാതെ പോയത്. അവർ നിശബ്ദരായിരുന്നു. കാരണം അവർ ഈ ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നില്ല. അവരെല്ലാവരും കടന്നുപോയി സ്വർഗീയ തലങ്ങളിലേക്ക് എടുക്കപ്പെടുവാനിടയായി. റോമാലേഖനം 8-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആകാംക്ഷയോടെ, അതേസമയം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടർ രൂപാന്തരം പ്രാപിച്ച് അമർത്യമായ ശരീരങ്ങളെ പ്രാപിക്കാനിട വന്നു. അവരാ ദിവസത്തിനായി സഹിഷ്ണുതയോടെ കാത്തിരുന്നു. അവരുടെ പ്രത്യാശ പൂർണ്ണമായും അതിൽ തന്നെ വെച്ചു. അവസാനം അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ സംഭവിച്ചു. ഈ ഭൂമുഖത്തുനിന്ന് മാറ്റപ്പെട്ട ക്രിസ്തുവിനോടുകൂടി ചേരുവാനും എന്നേക്കും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനും അവർക്കിട വന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വരവിൻ്റെയും പ്രത്യക്ഷതയെയും ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനോടെ ഇരുന്നവരുടെ ശരീരങ്ങൾക്ക് വരുന്ന രൂപാന്തരത്തെയും രണ്ടു കൂട്ടരും ഒരുമിച്ച് ക്രിസ്തുവിലേക്ക് എടുക്കപ്പെടുന്ന ഉൽപ്രാപണത്തെയും പറ്റി ദൈവവചനത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ ചരിത്രപരമായ രേഖകളിലൂടെ നടന്നു കഴിഞ്ഞുവെന്നും സത്യമായിരുന്നെന്നും സംഭവിച്ചു കഴിഞ്ഞുവെന്നും ചരിത്രപരമായ പല പുസ്തകങ്ങളിലൂടെ ചരിത്രകാരന്മാരെഴുതിയ രേഖകളിലൂടെ ആണ് നിങ്ങളോട് വിശദീകരിച്ചത്. ആകാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം അറിയണം, സത്യം നിങ്ങൾ അനുസരിക്കണം, സത്യം നിങ്ങൾ അംഗീകരിക്കണം, സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ആ സത്യം നമ്മളെ ഉയർത്തും, ആ സത്യം നമ്മളെ നിലനിർത്തും. ക്രിസ്തുയേശുവിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. സത്യത്തിൽ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.